ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് കേതു ലഗ്നത്തിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. അതെന്ന് വെച്ചാൽ ആ കൂറിൽ തന്നെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ 7ാം ഭാവത്തിലാണ് രാഹു വന്ന് നിൽക്കുന്നത്. അപ്പോൾ 7ലെ രാഹു ശനിയുടെ ക്ഷേത്രം കൂടിയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഡിവോഴ്സോ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കണവരാണെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ ചർച്ചയ്ക്കൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിട്ട് വരാം. 7ാം ഭാവത്തിൽ ഭർത്താവിൻ്റെ വല്ല രോഗാവസ്ഥകൾ, ഭാര്യയ്ക്ക് എന്തെങ്കിലും രോഗാവസ്ഥകളൊക്കെ വരാനും സ്കിന്നിൽ രോഗങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ സാധ്യതകളുണ്ട്. പിന്നെ ഇതിലൊക്കെ ഞാൻ ഈ ഗോചര ഫലമാണ് ഈ പറയുന്നത്. 1.5 വർഷക്കാലം മാത്രമാണ് നമുക്ക് ഇവിടെ നിൽക്കുന്നത്. ചില ജാതകത്തിൽ 3ലൊക്കെയാണ് രാഹു നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഭാവത്തിലേക്ക് ഇത് വരാനും സാധ്യതയുണ്ട്. അപ്പം ഗണ്ഡകാരകനാണ് കേതു. അപ്പോൾ വാഹനാദികളൊക്കെ ഓടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കാം. പിന്നെ നമുക്ക് വേണ്ടപ്പോൾ തോന്നും അതിന് കാര്യങ്ങൾ ചെയ്യാം. കൂട്ടുകെട്ടുകളൊക്കെ കൂടുമ്പോൾ അവിടെ ഇരുന്ന് അവർ പറയുന്നതൊക്കെ കേട്ട് ചിന്തിച്ച് വീട്ടിലേക്ക് വന്ന് വീട്ടുകാരോട് കൂടി ചർച്ച ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അതൊക്കെയാണ് നമുക്ക് കേതു രാഹുവിന് ഇങ്ങനെ 7ലും ലഗ്നത്തിലൊക്കെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്.